ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് എവിടെയാണ്? ഹെയർ ടോപ്പിയാണ്. അപ്പോൾ പേരിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഹെയറിൽ എന്തോ ഒരു സാധനം ചെയ്യാനാണ് വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല കേട്ടോ, ഹെയർ കേൾ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാണ് വന്നത്. പക്ഷേ ഹെയർ കണ്ടപ്പോൾ അവർ പറഞ്ഞു കട്ട് ചെയ്യണം എന്നുള്ളത്. ആക്ച്വലി ഇതൊരു 31st ഈവനിങ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ നേരത്തെ ഷോപ്പ് അടച്ചിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ കുറേ ഇവരെ വിളിച്ച് ഒന്നും കിട്ടുന്നില്ലായിരുന്നു. എന്തെങ്കിലും പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്നതാണ്. കടവന്ത്രയിലാണ് കേട്ടോ ഈ ഷോപ്പ്. അപ്പം അവിടെ വന്ന് ഫോൺ വിളിച്ചപ്പോൾ ഒരാൾ ഫോൺ കട്ട് ചെയ്യാൻ വേണ്ടി അകത്തേക്ക് കയറിയതാണ്. അപ്പം ഞാൻ കാല് പിടിച്ച് തുറപ്പിച്ചു ഗൈസ്. ഒരു കല്യാണ ഫംഗ്ഷൻ ഉണ്ടേ, അതുകൊണ്ടാണ് അപ്പം തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പോൾ പുള്ളി വന്ന് പെട്ടെന്ന് ഷോപ്പൊക്കെ ഓപ്പൺ ചെയ്തു. അങ്ങനെ ഇതാണ് എൻ്റെ ആക്ച്വലി ഇരിക്കുന്ന ഹെയറിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. കാരണം നല്ല ഹെയർ ആയിരുന്നു. ഞാൻ എൻ്റെ കുറച്ച് അസുഖങ്ങൾ കൊണ്ട് ഞാനത് കട്ട് ചെയ്ത് കുളമാക്കിയ സ്റ്റെപ്പ് അടിച്ചതാണ് ഗൈസ്, വേറൊന്നും ചെയ്തതല്ല. അതുകൊണ്ട് താഴത്തത് നൂല് പോലായി. അപ്പോൾ ആൾ കണ്ടപ്പോഴേ ദൈവമേ ഇത് കുളമാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു യെസ്, കുളമാക്കിയതാണ് എന്നൊക്കെ. അപ്പോൾ എനിക്ക് പറഞ്ഞു തന്നു ഹെയർ എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഷാംപൂസാണ്. അപ്പോൾ ഞാൻ ആ ഷാംപൂസും കാര്യങ്ങളൊന്നും നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം എൻ്റെ ഹെയർ കണ്ട് എൻ്റെ ഹെയറിന് ഏത് ഷാംപൂ ഏത് കണ്ടീഷണർ ആണെന്നൊക്കെ അവരെനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ എൻ്റെ ഹെയർ എന്ന് പറഞ്ഞാൽ C4 ആണ്. അതായത് കേളിൻ്റെ ഓരോ സ്കെയിൽസ് ഉണ്ട്, C1 C2 അങ്ങനത്തെ കുറേ അതിൻ്റെ എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്, അവർ പറഞ്ഞു തന്നു. അപ്പോൾ എൻ്റെ ഹെയർ C4 ആണ്. അപ്പോൾ അതിന് പറ്റിയ ഒരു ഷാംപൂ കണ്ടീഷണർ ഇട്ടു. നല്ല രീതിക്ക് കണ്ടീഷണർ ഇടണമെന്ന് പറഞ്ഞു. കണ്ടീഷണർ ഇട്ടതിന് ശേഷം ഒരു 2 to 3 minutes വെയിറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ മുടി ഇപ്പോൾ വെറ്റായിട്ടിരിക്കുന്ന സമയത്ത്, അതായത് നമ്മളിപ്പം കുളിക്കാൻ പോകുന്നതിന് മുന്നേ മാത്രമേ കോംബ് ചെയ്യാവുള്ളൂ. കുളിച്ചതിന് ശേഷം കോംബ് ചെയ്യരുതെന്ന് പറഞ്ഞു. കാരണം പെട്ടെന്ന് ഫ്രിസി ആവും, ഫുള്ളി ഫ്രിസി ആയിട്ടുള്ളൊരു ഹെയർ ആണ്. അപ്പം കുളിച്ചതിന് ശേഷം കോംബ് ചെയ്താൽ ഫ്രിസ്നെസ് കൂടുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം കുറേ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു, കുറേ കാര്യങ്ങൾ ഹെയറിനെ നോക്കിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല, ഹെയർ മാത്രമാണ് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം എല്ലാവരുടെ മുടി ഇങ്ങനെ ഇപ്പം നമ്മൾ കാണാറില്ല, ഭയങ്കര കേളി ആയിട്ട് ഇങ്ങനെ ഇരിക്കും. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ലൈക്ക് പേളീൻ്റെ പോലത്തെ മുടി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പം കുറേ പേര് പറഞ്ഞൊന്നും തന്നിട്ടില്ല, അങ്ങനെയൊന്നും ഇല്ല എൻ്റെ മുടി ഇങ്ങനെയാണെന്നൊക്കെ കുറേ പേര് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം വേറൊരു ഫ്രണ്ട് ഇങ്ങനെ ചെയ്തപ്പം ആ പുള്ളിക്കാരിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ ഒരു ഷോപ്പിൽ പോയാൽ മതി, അവർ ഫുള്ളി ഹെയറിനെ കുറിച്ചുള്ള കാര്യങ്ങളും എന്തൊക്കെ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് പറഞ്ഞു തരും എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഗൈസ്. അങ്ങനെ മുടി കണ്ടപ്പോൾ തന്നെ ആൾ പറഞ്ഞു മുടി കട്ട് ചെയ്യണം, കാരണം അത്രയ്ക്കും ലൈക്ക് കോല് പോലെയാണ് മുടി കിടക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ കട്ട് ചെയ്തു. മുടി കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ വാഷ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്തപ്പം ഇത്രയും കേൾസ് എൻ്റെ മുടിക്ക് ഉണ്ട്. ഇതെൻ്റെ നാച്ചുറൽ കേളാണ്, നാച്ചുറലി ഉള്ള ഹെയറിൻ്റെ കേളാണ്. ഇതിനെ ഒന്ന് ഡിഫൈൻ ആക്കി ഒന്ന് സെറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംഭവങ്ങൾ, അപ്പം ഇപ്പോൾ ഇവർ എൻ്റെ മുടി കട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ പറയുകയാണ് ഇത് കട്ട് ചെയ്യുവാണ്, ഇത് ഇത്ര കേളി ഹെയർ ആണ്, കുറച്ചുകൂടെ കേൾ ചെയ്യുമ്പം കുറച്ചുകൂടെ മുകളിലേക്ക് കിടക്കും. അപ്പോൾ ആ കേളൊക്കെ പോയി കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ താഴോട്ട് നീളം തോന്നിക്കോളും എന്നൊക്കെ പറഞ്ഞ് എല്ലാം നമുക്ക് A to Z അവരെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഈവൻ പ്രൊഡക്റ്റ് വരെയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ആൻഡ് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സൊക്കെ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. കുറച്ച് എമൗണ്ടും കൂടുതലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഹെയർ കൊണ്ട് നടക്കണമൊക്കെ. പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ എന്നോട് പറഞ്ഞു ഈ ഒരു സംഭവം ഒന്നും തലയിൽ യൂസ് ചെയ്യില്ല. പക്ഷെ ഞാനതൊന്നും ഇവിടെ പറയുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഹെയറിനൊരു സൊല്യൂഷൻ വേണമെങ്കിൽ ഇവിടെ പോയാൽ മതി. കാരണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ഇവർ പറഞ്ഞ ഓരോ പ്രോഡക്റ്റും എൻ്റെ ഹെയറിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഓരോരുത്തരുടെ ഹെയർ കണ്ടിട്ടാണ് ഓരോ പ്രൊഡക്റ്റിനെ അവർ നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെ എൻ്റെ മുടി കട്ട് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് കയറി ഗൈസ്. അങ്ങനെ അതേ ആ കോല് പോലെ കിടന്ന സാധനങ്ങൾ കട്ട് ചെയ്ത് കളയാൻ വേണ്ടി പോവാണ്. അങ്ങനെ കട്ട് ചെയ്തു. അങ്ങനെ പതിയാണ് കുറച്ചാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒത്തിരി കട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പം ഉള്ള മുടി ഇപ്പം നല്ല തിക്കായിട്ടുള്ള മുടിയാണ് എനിക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനി അതിനെ പരിപാലിച്ച് വളർത്തിക്കൊണ്ട് വരണം ഗൈസ്. അങ്ങനെ കുറേ വളർത്തി വരുമ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഇരിപ്പിൽ എനിക്ക് ചില പ്രശ്നങ്ങൾ തോന്നിയിട്ട് ഞാൻ മുടി കട്ട് ചെയ്യാറുണ്ട്. എന്നിട്ട് വേണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അവരും ചോദിച്ചു ഇത് എന്തൊരു മുടി വെച്ചേക്കുന്നത്, ഇത് എന്താണ് ഇങ്ങനെ വെട്ടിയെന്ന് ചോദിച്ചേട്ടോ. അങ്ങനെ നമ്മുടെ മുടി വെട്ടി തുടങ്ങി. അപ്പോൾ പിന്നെ
നമുക്ക് ഇവർ വലിയ പ്രോസസ്സും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മുടെ കേൾ ക്രീം ഉണ്ടായിരിക്കും. അതിന് മുന്നേ നമ്മൾ ഒരു സെറം യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹെയറിൽ. അപ്പോൾ നമുക്ക് അവർ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് പറഞ്ഞു തരും. നമുക്ക് ചില സെറംസൊക്കെ നമ്മുടെ ഹെഡിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ നല്ല രീതിക്കുണ്ടാവും, ഹെയറിൽ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ ഹെയർ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്ത എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ സെറം നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കേൾ ക്രീം എടുത്ത് തേച്ച് കൊടുക്കുക. കേൾ ക്രീം തേച്ച് കൊടുക്കുക. അപ്പോൾ കേൾ ക്രീമിലാണ് നമ്മൾ മുടീനെ കേൾ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഓരോ മുടിയും കേൾ ക്രീം കൊണ്ട് തേച്ച് കൊടുത്തിട്ട് നമ്മൾ കേളാക്കുക, നല്ല ഡിഫൈൻ ആയിട്ടുള്ള കേളാക്കുക. എന്നിട്ട് അതിനെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫൈനലി ഇങ്ങനെ നമ്മുടെ ഹെയർ കിടക്കും. കണ്ടല്ലോ, ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ